ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു തക്കാളി റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് 2 സവാള, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ 4 തക്കാളി ഇവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. അത് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചു. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് കുറച്ച് കടുക്, അതുപോലെ തന്നെ കുറച്ച് ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കട്ട് ചെയ്ത പച്ചമുളക്, സവാള ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് കുറച്ച് ഗരം മസാലയാണ്. അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കറിയിലെ ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.